നമസ്കാരം. അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയിൽ വളരെ സംഭവബഹുലമായ ഒരാഴ്ചയാണ് കടന്നുപോയത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിലും ഇതിൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഫലനം ഉണ്ടായി. നമുക്ക് ആദ്യം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ 5 ട്രേഡിംഗ് സെഷനുകളിൽ മാത്രമായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെൻസെക്സ് 4100 പോയിന്റ് ഇടിഞ്ഞ ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഈ സമീപകാലത്തൊന്നും ഇത്ര വലിയൊരു ഇടിവ് സെൻസെക്സും സ്റ്റോക്ക് മാർക്കറ്റും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അപ്പോൾ നിക്ഷേപകരുടെ ഒരു നഷ്ടത്തിൻ്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 16 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഈ ഇടിവിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപകർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു അനുമാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി കാരണങ്ങൾ ഉണ്ട് ഇതിനകത്ത്. എന്തായാലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഇടിവിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിച്ചത് ചൈനയിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകിപ്പോകുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ നെറ്റ് സെല്ലേഴ്സായിട്ട് FIIs മാറുന്നൊരു സ്ഥിതിവിശേഷവും കഴിഞ്ഞ ആഴ്ച കണ്ടു. ഈ ചൈനയിലേക്ക് നിക്ഷേപം ഒഴുകാനുണ്ടായിരുന്നൊരു കാരണം ചൈനീസ് സമ്പദ് വ്യവസ്ഥയിലെ വലിയ വളർച്ച ഉണ്ടാകുന്നൊരു സാഹചര്യം ഇല്ല എന്നാണ് ഇത്രയും നാൾ നമ്മൾ വിലയിരുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ചൈന ഒരു ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പാക്കേജിൽ പ്രധാനമായിട്ടും പലിശയിൽ വലിയ തോതിൽ ഇടിവ് വരുത്തിയിരിക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൈനയിലേക്ക് കൂടുതൽ ഒരു ആകർഷകത്വം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ വിപണിയെ ഒരു കഴിയൊഴിയുന്ന അല്ലെങ്കിൽ കുറച്ച് ഇന്ത്യൻ വിപണിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അത്തരത്തിലൊരു പൊസിഷൻ എടുത്തത് ഇന്ത്യൻ വിപണിക്ക് വലിയൊരു നഷ്ടം സംഭവിക്കുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം പശ്ചിമേഷ്യയിലെ പ്രശ്നം, ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുന്നു, മിസൈൽ ആക്രമണം നടക്കുന്നു, ഇസ്രായേൽ ലെബനോനിലേക്ക് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. അതൊരു വലിയ തോതിലൊരു ലോകയുദ്ധമായിട്ട് പരിണമിക്കുമോ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇതും മാർക്കറ്റിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യാന്തര മാർക്കറ്റിലെ ക്രൂഡിൻ്റെ വിലക്കയറ്റം വളരെ ശക്തമാണ്. അതും ഈ പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഉൽപ്പാദനത്തിലെ ഒരു പ്രശ്നമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സപ്ലൈ ചെയിനിൽ ഈ യുദ്ധം കാരണം എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രതിസന്ധി ക്രിയേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള അതിശക്തമായ ആശങ്ക നിലനിൽക്കുകയാണ്. അവിടെ $69 താഴ്ന്നു പോയിരുന്ന ബ്രന്റ് ക്രൂഡിൻ്റെ വില നിലവിൽ $78 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രശ്നം ക്രൂഡ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളടക്കം പല മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പരിധിവരെ ഓവർ ഇൻഫ്ലേറ്റഡ് ആണോ, ഒരു ബലൂൺ വീർപ്പിച്ചതുപോലെ അതിങ്ങനെ വീർപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണോ എന്നൊക്കെയുള്ളൊരു കൺസേൺ കൂടിയുണ്ട്. ഇതെല്ലാം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലെ 5 ട്രേഡിംഗ് സെഷനുകളിൽ വലിയ തോതിലൊരു ഇടിവിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോയത്. ഇനി നമുക്ക് ഗോൾഡ് മാർക്കറ്റ് ഒന്ന് പരിശോധിച്ചാൽ ഗോൾഡ് വില വളരെ കുതിച്ചുയരുന്ന സ്ഥിതിയിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് പറയുന്ന ഈ യുദ്ധവും യുദ്ധ സാഹചര്യവും ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ശക്തമായൊരു നിക്ഷേപ മാർഗം എന്നുള്ള നിലയിൽ ഡോളറിൻ്റെ ആവശ്യം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഡോളറിൻ്റെ വില ഇന്ന് ഇപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ $2653 ഒരു ഔൺസ് സ്വർണത്തിനെങ്കിൽ അത് $2085.49 വരെ ഉയർന്ന സ്ഥിതി ഉണ്ടായി കഴിഞ്ഞ മാസത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പവൻ്റെ വില കുതിച്ചു വരികയാണ്. ഒരു സർവകാല റെക്കോർഡ് നിലവാരമായിട്ടുള്ള 56,960 രൂപയാണ് നമുക്ക് ഒരു പവന് കൊടുക്കേണ്ട വില. ആഭരണം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു പവൻ്റെ ആഭരണം വാങ്ങുമ്പോൾ ഏതാണ്ടൊരു 61,000 രൂപയ്ക്ക് മുകളിലേക്ക് വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു പ്രതികൂല സാഹചര്യം സ്വർണം വാങ്ങുന്നവരെ വാങ്ങാൻ നിർബന്ധിതരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ സ്വർണം വിറ്റൊഴിയുന്ന പ്രവണത മാർക്കറ്റിൽ ഇപ്പോൾ ശക്തമാണ്. നല്ലൊരു വില കിട്ടുന്നു. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന സ്വർണം വിറ്റ് ക്യാഷ് ആക്കാം എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ള അന്വേഷണങ്ങൾ സ്വർണ്ണ
വ്യാപാരശാലകളിലും മറ്റ് സ്വർണ്ണ വിപണന കേന്ദ്രങ്ങളിലുമൊക്കെ ശക്തമാണ് എന്നാണ് പറയുന്നത്. ഈ ബ്രന്റ് ക്രൂഡ് വിലയുടെ കാര്യത്തിൽ, ക്രൂഡിൻ്റെ വിലയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഇറാൻ മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയതിന് ശേഷം മാത്രം 8% കണ്ട് വില ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഈ യുദ്ധം സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് നീങ്ങുമോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ മറ്റ് മേഖലകളെയും അത് ബാധിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. ഒരു വലിയ പ്രതിസന്ധി ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ടായിരിക്കുന്നത് ഡോളർ വില 84 രൂപയ്ക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് ഒരു റെക്കോർഡ് നിലവാരത്തിലേക്ക് വീണ്ടും പോവുകയാണ്. 85 രൂപ എന്ന മാർക്ക് മറികടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ശക്തമായ നിലയിലേക്ക് ഡോളറും പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രതികൂലമായ സ്ഥിതിവിശേഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏതായാലും പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അധികം വൈകാതെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ ചില സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. പ്രത്യേകിച്ച് സ്വർണവും ക്രൂഡും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വില ഉയരുന്നത് നമുക്കത്ര നല്ല കാര്യമല്ല എന്ന് നമുക്ക് അറിയാം. രൂപ ശോഷിക്കുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിപണിയുടെയും സമ്പദ് വ്യവസ്ഥയുടെയും കരുത്ത് ചോർത്തിക്കളയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങൾ, അടുത്ത ആഴ്ച പ്രത്യേകിച്ച് ആഗോള വിപണികൾക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനും ഇന്ത്യയിലെ മറ്റു വിപണികൾക്കും ഒക്കെ വളരെ നിർണായകമായ ഒന്നായിരിക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.